ഗായത്രി ആ ഏട്ടാ ഇരിക്കേട്ടാ. എന്താ ഗായത്രി, ആരായിരുന്നു ഫോണിൽ? അത് ഭാവനയായിരുന്നു. ആ മോഹൻ അവളെ വിളിച്ചിരുന്നു. എന്താ വീണ്ടും കല്യാണക്കാരും പറയാനാണോ? ആ വസ്തുവിന്റെ കാര്യം പറഞ്ഞു വിളിച്ചാന്ന്. ആരെങ്കിലും എന്നോടൊപ്പം ഒന്ന് വന്നാ ഞാൻ പോയാ ഒപ്പിട്ട് കൊടുത്തേച്ച് പോരാ ഏട്ടാ. ഓ, പതിയെ പോയാ മതി ഗായത്രി. അവനെന്തെത്ര ധൃതി? അല്ല, പിന്നെ അതോടുകൂടി ആ ശല്യം തീരുമല്ലോ ഏട്ടാ. അങ്ങനെ അങ്ങ് തീരുമാനിക്കാൻ വരട്ടാമേ. ആ, നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലടാ? ഇല്ല ദൈവം ഇന്ന് തന്നെ മറ്റൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചേ. എന്തുവാടാ നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ടാ നിങ്ങൾ എല്ലാവരും ഞെട്ടും. എന്താടാ? ഇവൻ ഇങ്ങനെ വലിച്ച ഒരു കാര്യമില്ലെങ്കിലും ഇങ്ങനെ വലിച്ചു നീട്ടിയ പറയത്തുള്ളൂ. ഇതങ്ങനെയൊന്നും അല്ല വല്യച്ച. ആ മോഹനമാമൻ തന്ത്രപൂർവ്വം നമ്മൾ ചതിക്കാൻ വേണ്ടി നോക്കിയതാ. അവരുടെ എല്ലാ കള്ളത്തരങ്ങളും ഞാൻ ഇന്ന് കണ്ടുപിടിച്ചു. അമ്മയുടെ പുന്നാര ആങ്ങളെ ഈ നാട്ടിലേക്ക് വന്നതും നമ്മളോട് അടുപ്പം കാണിച്ചതെല്ലാം എന്തിനാണെന്നറിയോ? അമ്മയുടെ പേരിലുള്ള കോടിക്കണക്കിന് വിലയുള്ള വസ്തു കൈക്കലാക്കാൻ വേണ്ടിയിട്ടാ. കോടിക്കണക്കിന് വിലയുള്ള വസ്തു? നീ എന്താടാ പിച്ചും പേയും പറയുന്നത്? പകൽക്കിനാവല്ലോ കണ്ടോ? ഇല്ല വല്യച്ച, വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാനിപ്പോ വന്നത്. അമ്മയുടെ പേരിൽ വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ വാങ്ങിയ വസ്തു ഇല്ലേ, അത് കുറച്ചൊന്നുമല്ല, ഏക്കർ കണക്കിനുണ്ട്. എന്താ ആർക്കും വിശ്വാസം വരുന്നില്ലേ? പണ്ട് തുച്ഛമായ കാശിന് മുത്തശ്ശ അമ്മയുടെ പേരിൽ സ്ഥലം വാങ്ങിയത് എവിടെയാണെന്നറിയോ? വിഴിഞ്ഞത്തിനടുത്ത്. ഇന്നവിടെ സെന്റിന് ലക്ഷങ്ങളാ വില. അമ്മയുടെ പേരിലുള്ള വസ്തു മാത്രമേ ഇനിയോട് വിറ്റു പോകാനുള്ളൂ. ദേ, അത് കൈക്കലാക്കാൻ വേണ്ടിയാ മോഹനൻ മാമൻ ഈ നമ്പറൊക്കെ കാണിച്ചത്. ഹരിത്തെ, നീ ഇത് നല്ലതുപോലെ അറിഞ്ഞിട്ട് തന്നെയാണോ പറയുന്നേ? അതേ മയച്ചി, അമ്മ സംശയം പറഞ്ഞ ആ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആളെ ഞാൻ ഇന്ന് പോയി കണ്ടിരുന്നു. ഞാൻ ആരാണെന്ന് പറഞ്ഞപ്പോൾ വലിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞത്. ഗായത്രി, ഇത് വിചിത്രമായ സംഭവമാണല്ലോ. നിന്റെയും നിന്റെ മക്കളുടെയും കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി ദൈവം അറിഞ്ഞു തന്ന സൗഭാഗ്യം ഇത്. ഇവൻ വന്ന് പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ലേട്ടാ. വിശ്വസിക്കണം അമ്മേ. ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നൊന്നും അമ്മ മനസ്സിലാക്ക്. നീ വെറുതെ ലക്ഷങ്ങളുടെയും കോടികളുടെയും കണക്ക് പറഞ്ഞ് ഞങ്ങളെ കൊതിപ്പിക്കുമെന്നല്ലോ. എന്റെ ഏട്ടാ, ഞാൻ ആ ചന്ദ്രശേഖരൻ മാമനോട് എല്ലാ സംശയങ്ങളും ചോദിച്ചു. അമ്മയുടെ പേർക്കുള്ളതായതുകൊണ്ട് അമ്മയുടെ മക്കൾക്കെല്ലാം തുല്യ അവകാശം ഉണ്ടെന്നാ പറഞ്ഞത്. അതായത് ഒരാൾക്ക് 10-20 കോടി രൂപ വെച്ച് വരും. കോടിയോ? സീതോട്ടാ, സീതോട്ടാ, അല്ല, എത്രയാണെന്ന് നീ പറഞ്ഞേ? 20 കോടി. അയ്യോ, ഏട്ടാ, ഭരത് പറയുന്നത് പോലൊന്നും ആയിരിക്കത്തില്ല.
അങ്ങനെ അങ്ങ് പറഞ്ഞു കളയാൻ വരട്ടെ ഗായത്രി. ഭരത് എന്താ കൊച്ചുകുട്ടിയാണോ? സംഗതി സത്യം തന്നെയാ. ഇതിനു വേണ്ടിയാ ദൈവം നിന്നെ ഇത്രയും കഷ്ടപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ മോഹൻ വീണ്ടും വരുമല്ലോ സേതു. വരട്ടെ വലിച്ച. വരുമ്പോ നമ്മൾ ചോദിക്കണ്ടോ ചോദിക്കേ. അങ്ങനെ എടുത്തിയാടി ഒന്നും പറയണ്ട. ഇനി എന്താണ് വേണ്ടതെന്ന് നല്ലതുപോലെ ആലോചിക്കണം. തൽക്കാലം ഈ വിവരം നമ്മൾ അറിഞ്ഞതായി ഭാവിക്കണ്ട. ഇനി അങ്ങോട്ടുള്ള മോഹന്റെ നീക്കം വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഭാവനേച്ചി വിളിച്ച് പറയണ്ടമ്മേ. അത് ഭാവനയും സൂര്യയും വന്നുകൊണ്ടിരിക്കുക. അവര് വന്നിട്ട് പറയാം. ആ എന്നാ അത് മതിയമ്മേ.